ഹലോ ഗായ്സ്, അപ്പോൾ പാറക്കുട്ടിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അവൾ ഒരുപാട് ഹാപ്പിയാണ്. ഹാപ്പി ആവാനുള്ള കാരണം അച്ഛൻ വണ്ടിയിൽ ഉണ്ടായതുകൊണ്ട് കേട്ടോ. അച്ഛൻ എവിടെയെന്നാണ് ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനാണ് ഇന്നും അവളെ സ്കൂളിൽ നിന്ന് എടുക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങളിതാ പോയിട്ടുള്ളത് സ്ട്രോബെറി ജ്യൂസും പപ്സുമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം പാറക്കുട്ടി ഫുഡൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലുമൊക്കെ അവൾ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി പപ്സും കാര്യങ്ങളൊക്കെ കഴിച്ചത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഞങ്ങൾ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ വണ്ടി ഒക്കെ നന്നായിട്ട് ക്ലീൻ ആക്കണം. നന്നായിട്ട് ചളിയും കാര്യങ്ങളും നന്നായിട്ടായിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ടുള്ള വണ്ടി കാര്യങ്ങളൊക്കെ കഴുകിയിട്ട്, പക്ഷേ എന്താണെന്നറിയില്ല, നന്നായിട്ട് ചളിയായിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ പോയ ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണത്ത് നന്നായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാറക്കുട്ടി ഉണ്ടായിരുന്നു വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ അച്ഛനെ ഓരോ പണിയിൽ സഹായിക്കുന്നത്, ഒരുപാട് ഇഷ്ടം കേട്ടോ. അങ്ങനെ ആദിക്കുട്ടൻ ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര വാശിയും കുറുമ്പായിരുന്നു. അവൻ ചെറിയൊരു പനി കാരണം അവൻ ഭയങ്കര വാശിയും കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് വയറ്റിൽ എങ്ങനെയെങ്കിലും ഫുഡ് എത്തിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു പണിയായിട്ട് ഈ ഒരു വെള്ളം കണ്ടാൽ പിന്നെ അവൻ അതിൽ കുറച്ച് നേരം കളിച്ചോളൂ. അപ്പോൾ അവൻ വാഴയ്ക്ക് ചോറും കുടിച്ചാൽ അങ്ങനെ അവൻ കഴിക്കും ചെയ്യും. അങ്ങനെ ഓസൊക്കെ ഇട്ട് അവന് ചെടിയും ഒക്കെ നനയ്ക്ക് നന്നായിട്ട് ചളി പിളി ആയിട്ടുണ്ട് എന്തായാലും. അങ്ങനെ വണ്ടിയൊക്കെ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടിന് കുറച്ച് നേരം ഓസ് എടുത്ത് കുറച്ച് നേരം വെള്ളം ബക്കറ്റിലാക്കിയിട്ട് അങ്ങനെ കളിച്ചോട്ടെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വല്യമ്മൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വല്യമ്മൻ്റെ ഒരു രുചി എന്ന് പറയുക, വല്യമ്മ ഉണ്ടാക്കിയൊരു ഉപ്പിലിട്ടൊരു മാങ്ങ ഉണ്ട് കേട്ടോ. കണ്ണിമാങ്ങ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല എരിവും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വല്യമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ രാത്രി ഒരു 8 മണി 8:30 ആവാറായി. വല്യച്ഛനുണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ ചിക്കൻ പൊരിക്കുന്ന വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്യമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വല്യമ്മനെ വീഡിയോ എടുത്തപ്പോൾ വല്യമ്മയ്ക്ക് ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പിന്നെ വല്യമ്മ എനിക്കിതാ നല്ല പച്ചമാങ്ങ ഉപ്പിലിട്ട് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ചെനച്ചൊരു മധുരം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനും പാറക്കുട്ടി തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഏട്ടൻ പോവാനായി. അപ്പോൾ അതിൻ്റേതായ ഒരു സങ്കടവും കാര്യങ്ങളും ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റേത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി ജസ്റ്റ് നല്ലൊരു കുപ്പിയും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം കൂടി കുറച്ച് കുറവായതുകൊണ്ട് അങ്ങനെ ആദ്യം പാറും കുടിക്കാറുണ്ട് നന്നായിട്ട് വെള്ളം. പുതിയ കുപ്പിയാകുമ്പോൾ അവൾ അതിൻ്റേതായ രീതിയിൽ കുടിക്കും. പിന്നെ ആദ്യക്ക് ചെറിയൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവന് ഒരുപാട് ഇഷ്ടമാണ്. കുറേ കാലമായി അവൻ പറയാൻ തുടങ്ങിയിട്ട്. എവിടെ പോകുമ്പോഴും അവൻ ഒരു ദിവസം വാങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ ഇന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു തേനെല്ലിക്ക, നല്ല മധുരമുള്ള നല്ലൊരു നെല്ലിക്ക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല, ഷേട്ടന് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ കുറച്ച് പഠനത്തിലൂടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന്. പിന്നെ ലാസ്റ്റ് ലാപ്ടോപ്പൊക്കെ കണ്ട്